ഓക്കെ, എല്ലാ വീക്കിലി വൺസും ഞാൻ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യും, പ്ലസ് പില്ലോ കവർ. അത് എന്താ വെച്ചാൽ നമ്മളുടെ ഡസ്റ്റും പാർട്ടിക്കിൾസും നമുക്ക് മുക്കുരു, ഹെയർ ഫോൾ അങ്ങനത്തെ എല്ലാം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ എവറി വീക്ക് ഞാൻ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യും. എൻ്റെ ബെഡിൽ ഒരു കിങ് സൈസ് ബെഡാണ്. അപ്പോൾ കിങ് സൈസ് ബെഡിൽ ഒരു ബെഡ് പ്രൊട്ടക്ടർ ഓൾറെഡി നമ്മളൊരു ബെഡിൻ്റെ കവർ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മേളിലേക്ക് ഇനി ഞാൻ ബെഡ് പ്രൊട്ടക്ടർ ഇടാൻ പോകും. ബിക്കോസ് ഇത് ബേബീസ് ഉള്ള എല്ലാവർക്കും ഒരു മസ്റ്റ് ഹാവ് ആണ് ഈ പ്രൊട്ടക്ടർ. ഞാൻ ബെഡ്ഷീറ്റെല്ലാം ഞാൻ ലോണ്ട്രി കൊടുക്കുകയാണ്. ബിക്കോസ് എനിക്ക് എല്ലാം കൂടെ കഴുകാനും ഇരിക്കാനും ഒക്കെ സൗകര്യമില്ലാത്തതുകൊണ്ട് ലോണ്ട്രി കൊടുത്ത് കഴുകി അപ്പോൾ അവർ മടക്കി തേച്ച് തരുന്ന ബെഡ്ഷീറ്റ്സാണ്. എവറി വീക്ക് അങ്ങനെയാണ് വെച്ചാൽ പില്ലോ കവർ ഞാൻ തന്നെ കഴുകും, ബെഡ്ഷീറ്റ്സ് എല്ലാം ഞാൻ ലോണ്ട്രി കൊടുക്കും. അതുപോലെ ബെഡ് പ്രൊട്ടക്ടറും ഞാനൊന്ന് ലോണ്ട്രി കൊടുത്ത് വാഷ് ചെയ്തെടുക്കുക. ബെഡ് പ്രൊട്ടക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കുറച്ച് വെൽവെറ്റി, നമ്മൾ കിടക്കുന്ന ഭാഗത്ത് കുറച്ച് വെൽവെറ്റി ആയിരിക്കും, അകത്ത് പ്ലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ നമ്മൾ വെള്ളം വീണാലും പ്ലാസ്റ്റിക് ഇവിടെ അത് അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ ബെഡിന് കംപ്ലീറ്റ് ഒരു പ്രൊട്ടക്റ്റ് ചെയ്യും. ഇത് നിയർലി ഒരു 5 to 6 ഇയേഴ്സായി. അതായത് മൂത്ത മോൻ കുഞ്ഞായിരുന്നപ്പോൾ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ക്വാളിറ്റി ഈസ് അബ്സല്യൂട്ട്ലി ഗുഡ്. ബിക്കോസ് 6 ഇയേഴ്സായിട്ട് ഒരു കുഴപ്പമില്ല. ഞാൻ ഒത്തിരി പ്രാവശ്യം വാഷ് ചെയ്ത് നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തതാണിത്. അത് ഒരു ക്വാളിറ്റിയിലോ ഒരു വ്യത്യാസമോ ഒന്നുമില്ല. ഇപ്പോഴും നല്ല ഹൈ ക്വാളിറ്റിയിൽ നല്ല ക്ലീനായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇത് ഞാനപ്പം ഈ പ്രാവശ്യം നാട്ടിൽ എടുത്തുകൊണ്ട് വന്ന വീട്ടിലിരുന്നത്. ഇതിങ്ങനെ ഇട്ടു. എൻ്റെ മേളിലേക്ക് ഇനി ബെഡ്ഷീറ്റ് ഇടും നമ്മൾ. ഈ ബെഡ്ഷീറ്റ് എങ്ങനെ പ്രോപ്പർലി ടക്കിങ് ചെയ്യാമെന്നുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാം. അതായത് ഇങ്ങനെ നീളമുള്ള ചീപ്പ് എടുക്കുക. ഈ ചീപ്പിന് അറ്റം വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇത് ടക്കിനായി. ഇപ്പം ഇങ്ങനെ ഒക്കെ പിള്ളേർ എടുത്ത് തലകുത്തി മറിഞ്ഞാലും ഇത് ഇറങ്ങി നടന്നു വരത്തില്ല. ഇത് മാത്രം വലിയ ബെഡായിരുന്നു, നമുക്ക് പൊക്കിയിട്ട് ചെയ്യാൻ പാടാം. സോ ഇതിങ്ങനെ കംപ്ലീറ്റ്ലി രണ്ടറ്റത്തും ഇത് ഒരു ചുളിവുമില്ലാതെ എല്ലാം 4 സൈഡും ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ കൈ പോകത്തില്ല. ഓക്കെ, ഇത് വെച്ചിട്ട് നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് ബെഡ്ഷീറ്റ് മുഴുവനും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സീ ദ ഡിഫറൻസ്. അവിടെ പൊങ്ങിയിരിക്കുന്നു, ഇവിടെ കംപ്ലീറ്റ്ലി നീറ്റ് ആൻഡ് ടൈഡി. വി ജസ്റ്റ് യൂസ് വൺ കോംബ്, ദാറ്റ്സ് ഓൾ. ഈ കോംബ് വെച്ചിട്ട് ഇങ്ങനെ കംപ്ലീറ്റ്ലി ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. സി ഹൗ നീറ്റ്ലി ബെഡ് ഭയങ്കരമായിട്ട് നോക്കി, ഒട്ടും തന്നെ എങ്ങും തൂങ്ങിക്കിടക്കുകയൊന്നുമില്ല. കംപ്ലീറ്റ്ലി നല്ല വൃത്തിക്ക് ബെഡ് ടക്കിങ് ചെയ്തു. ഇനി നമ്മൾ വെള്ളം ഒഴിക്കുമോ? ഇവൻ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പീരിയഡ്സ് ആകുമ്പോഴും ആ സ്ട്രെയിനൊന്നും നമ്മുടെ ബെഡ് അഫക്റ്റ് ചെയ്തില്ല. ബെഡ് കംപ്ലീറ്റ്ലി നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. അങ്ങനെ ബെഡ് കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്തു.